PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. സർവവും സൂര്യനാൽ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 മാപ്പാണ് തന്നിട്ടുള്ളത്. ഇന്ത്യയിലെ താപനില 2015 ഡിസംബർ 1, ഇവിടെ 2015 ജൂൺ 1 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ താപനിലയിലുള്ള ഡിഫറൻസ് നോക്കുക. ഇന്ത്യയിലെ ചില പ്രധാന നഗരങ്ങളിലെ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരേ ദിവസം വിവിധ സ്ഥലങ്ങളിലെ താപനില ഒരുപോലെയാണോ? നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അല്ല അല്ലേ. ഇത് ഇവിടെ നോക്കുക, ഇവിടെ 33 ആണെങ്കിൽ അതേ സ്ഥാനത്ത് ഇവിടെ 32 ആണ് കിടക്കുന്നത്. ഇവിടെ 26 ആണ്, അതേ സ്ഥാനത്ത് ഇവിടെ 40 കിടക്കുന്നത്. ഇവിടെ 18, ഇവിടെ 25. അപ്പോൾ താപനിലയിൽ എന്താണ് വ്യത്യാസം ഉണ്ട് അല്ലേ. അപ്പോൾ വിവിധ കാലങ്ങളിൽ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന താപനില ഒരുപോലെയാണോ? അല്ല, വിവിധ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഒരേ പ്രദേശത്ത് എന്താണ് താപനില വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപനിലയിൽ മാറ്റമുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സൂര്യനാണ് നമ്മുടെ ഭൂമിയുടെ ഊർജ്ജ സ്രോതസ്സ്. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. സൂര്യനാണ് ഭൂമിയുടെ ഊർജ്ജ സ്രോതസ്സ്. ഹ്രസ്വ തരംഗങ്ങളായാണ് സൗരോർജം ഭൂമിയിലോട്ട് എത്തുന്നത്. എങ്ങനെയാണ്? ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിനെ സൗരവികിരണം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇൻസൊലേഷൻ അല്ലെങ്കിൽ സൗരവികിരണം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സൂര്യോദയം മുതൽ അസ്തമയം വരെ നീളുന്ന ഈ ഊർജ പ്രവാഹത്താലാണ് സൂര്യന് അഭിമുഖമായ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നത്. ഓക്കെ, സൂര്യോദയം മുതൽ അസ്തമയം വരെ നീളുന്ന ഈ ഊർജ പ്രവാഹം, അതായത് സൂര്യവികിരണത്താലാണ് സൂര്യന് അഭിമുഖമായിട്ടുള്ള ഭൗമോപരിതലം എന്ത് ചെയ്യുന്നത്? ചൂടുപിടിക്കുന്നത്. തുടർന്ന് ഭൗമോപരിതലത്തിൽ നിന്നും വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്നു. അപ്പോൾ ഈ അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയകളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയകളാണ് തന്നിട്ടുള്ളത്. 4 തരത്തിലുള്ള താപവ്യാപന പ്രക്രിയകളുണ്ട്. ഏതൊക്കെയാണ്? താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമ വികിരണം. ഓക്കെ, അപ്പോൾ താപന പ്രക്രിയകൾ എന്ന് പറയുന്നത് 4 തരത്തിലാണ്. താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമ വികിരണം എന്നിവയാണ്. താപചാലനം നോക്കുക. ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം എന്ത് ചെയ്യുന്നു? പകരുന്നു. ചൂടുപിടിച്ച ഭൗമ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നതിനെയാണ് താപചാലനം എന്ന് പറയുന്നത്. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടായ വായു വികസിച്ച് ഉയരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്?
സംവഹനം എന്ന് പറയുന്നത്. ആരോ മാർക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നതിനെയാണ് ഇതേ കാണുന്നുണ്ടല്ലോ, അതാണ് താപചാലനം. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ ചൂടായ വായു വികസിച്ചിങ്ങനെ ഉയർന്നു പോകുന്നതിനെയാണ് സംവഹനം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അഭിവഹനം. അഭിവഹനം എന്ന് വെച്ചാൽ എന്താണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. കാറ്റിലൂടെ ഇതേ താപം തിരശ്ചീനമായി എന്താണ് വ്യാപിക്കുന്നതിനെയാണ് അഭിവഹനം എന്ന് പറയുന്നത്. അടുത്തത് ഭൗമവികിരണം. എന്താണ് ഭൗമവികിരണം? ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത്. എന്താണ്? ദീർഘതരംഗ രൂപത്തിൽ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ 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 തരംഗങ്ങളായിട്ടാണ് പോകുന്നത് അല്ലേ? തരംഗ രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തരംഗ രൂപത്തിൽ എന്ത് ഭൗമോപരിതലത്തിൽ നിന്നും ശൂന്യാകാശത്തിലേക്ക് താപം മടങ്ങിപ്പോകുന്നതിനെയാണ് ഭൗമ വികിരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താണ് പലതരത്തിലുള്ള താപവ്യാപന രീതികൾ അറിഞ്ഞിരിക്കുക. താപചാലനം, സംവഹനം, അഭിവഹനം എന്നീ പ്രക്രിയകൾ ഭൂമിയുടെ അന്തരീക്ഷ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പഠിച്ചു എന്താണ് ഭൗമവികിരണം. ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നതിനെയാണ് ഭൗമവികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില വാതകങ്ങൾക്ക് ഭൗമവികിരണത്തെ എന്ത് ചെയ്യാൻ, ആഗിരണം ചെയ്യാൻ കഴിയുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത് എന്താണ്? ഭൗമവികിരണമാണെന്നറിയാം. ഓക്കെ, അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത് ഭൗമവികിരണമാണ്. അടുത്തത് താപസന്തുലനം. എന്താണ് താപസന്തുലനം? വരവ് ചെലവുകളുടെ തുലനത്തെയാണ് നമ്മൾ ബജറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ? ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവും ചെലവും തുല്യമാവുക, തുലനം. അതുപോലെ തന്നെ ഈ സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെയാണ് ഹീറ്റ് ബജറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഹീറ്റ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജത്തിന്റെ അളവിനെ 100 യൂണിറ്റായിട്ട് കണക്കാക്കിയാൽ ഏകദേശം 35 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ നഷ്ടമാകുന്നുണ്ട്. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജത്തിന്റെ, സൂര്യന്റെ ഊർജം അല്ലെ, സൗരോർജത്തിന്റെ അളവിനെ 100 യൂണിറ്റായിട്ട് കണക്കാക്കിയാൽ ഇതിൽ 35 യൂണിറ്റ് ഊർജം എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിലുള്ള വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ നഷ്ടമാകുന്നുണ്ട്. ബാക്കി 35 വെച്ചാൽ ബാക്കി എത്രയുണ്ട്? 65 യൂണിറ്റ് ഉണ്ട്. ഈ ഊർജം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക ഈ ഒരു ടേബിള്. അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഊർജത്തിൻ്റെ അളവാണ് നമ്മൾ പറഞ്ഞു 35 യൂണിറ്റ്. ഇത് നോക്കുക. അടുത്തത് ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നത് എത്രയാണ്? 51 യൂണിറ്റ് ആണ്. ഓക്കെ, ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നത് 51 യൂണിറ്റ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് 14 യൂണിറ്റ്. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിനുമായിട്ട് ആകെ ലഭിക്കുന്ന ഊർജ്ജം എത്രയാണ്? 65 യൂണിറ്റ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 35 യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ് 35 യൂണിറ്റ്. ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നത് എത്രയാണ്? 51 യൂണിറ്റ് ആണ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് 14 യൂണിറ്റ്. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിനുമായിട്ട് ആകെ ലഭിക്കുന്ന ഊർജം 65 യൂണിറ്റ് ആണ്. ഇനി ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടുള്ള ഭൗമവികിരണം എത്രയാണ്? 17 യൂണിറ്റ് ആണ്. അന്തരീക്ഷത്തിൽ നിന്നുള്ള വികിരണം 48 യൂണിറ്റ്. ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ യൂണിറ്റ് എന്ന് പറയുന്നത് 65 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന മുഴുവൻ ഊർജവും വിവിധ മാർഗങ്ങളിലൂടെ ശൂന്യാകാശത്തേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഹീറ്റ് ബജറ്റ് എന്ന ഈ ദൈനംദിന താപസന്തുലന പ്രക്രിയയിലൂടെ ഭൗമോപരിതല താപം എന്താണ്? സന്തുലിതമായിട്ട് നിലനിർത്തപ്പെടുന്നു. ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അടുത്തത് താപനില. സൗരതാപനത്തിലൂടെയാണ് ഭൗമോപരിതലവും ഭൗമോപരിതലത്തോട് അടുത്തുള്ള അന്തരീക്ഷ ഭാഗവും ചൂടുപിടിക്കുന്നത് അല്ലെ? സൗരതാപനത്തിലൂടെയാണ്. അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില. നമ്മുടെ അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് എന്ത്? താപനില എന്ന് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർ
ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. ഓക്കെ, കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്ക് 2 മണിക്ക് ഉള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. നമുക്കറിയാം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക അല്ലെ, ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. എന്നാൽ കുറഞ്ഞ താപനില എപ്പോഴായിരിക്കും? നമുക്കറിയാം സൂര്യോദയത്തിന് തൊട്ട് മുൻപുള്ള സമയമാണ് കുറഞ്ഞ താപനില എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കുക, ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപാന്തരം, ഓക്കെ, ദൈനിക താപാന്തരം എന്നാണ് വിളിക്കുന്നത്. ഒരു ദിവസത്തെ കൂടിയ താപനില എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാന്ന് പറഞ്ഞു, കുറഞ്ഞ താപനില എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുൻപാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ആ വ്യത്യാസമുണ്ട്, കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ദൈനിക താപാന്തരം എന്ന് പറയുന്നത് എന്താണ്? കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനിലയാണ്. ഓക്കെ, ഒരു ദിവസത്തെ ശരാശരി താപനില എന്താണെന്ന് വിളിക്കുന്നത്? ദൈനിക ശരാശരി താപനില, ഡെയിലി മീൻ ടെമ്പറേച്ചർ. ദൈനിക ശരാശരി താപനില എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദൈനിക ശരാശരി താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി കാണാൻ എപ്പോഴും നമ്മൾ എണ്ണം കൊണ്ട് ഹരിക്കും അല്ലെ, തുകയെ എണ്ണം കൊണ്ട് ഹരിക്കും. അപ്പോൾ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ 2. 2 എന്ന് പറയുമ്പോൾ 2 താപനിലയാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദൈനിക ശരാശരി താപനില കിട്ടും. ഓക്കെ, ഇനി അടുത്തത് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്താണെന്ന് നോക്കാം. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണിത്. മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഇതിൽ 2 തെർമോമീറ്ററുകൾ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബിനാൽ ഘടിപ്പിച്ചിരിക്കുന്നു. കാണുന്നുണ്ടല്ലോ, 2 തെർമോമീറ്റർ ഉണ്ട്, അത് യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബിനാൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. മാക്സിമം തെർമോമീറ്ററിനുള്ളിലെ രാസം താപമേറ്റ് വികസിക്കുകയും അത് ലോഹനിർമ്മിതമായ സൂചികയെ തള്ളി ഉയർത്തുകയും ചെയ്യുന്നു. ഓക്കെ, മാക്സിമം തെർമോമീറ്റർ ഇവിടെ മാക്സിമം തെർമോമീറ്ററിനുള്ളിൽ രസം താപമേറ്റ് എന്ത് ചെയ്യുന്നു? വികസിക്കുകയും അത് ലോഹനിർമ്മിതമായിട്ടുള്ള സൂചികയെ തള്ളി ഉയർത്തുന്നു. ഇവിടെ സൂചിക കണ്ടോ, ലോഹ സൂചിക, അതിനെ തള്ളി ഉയർത്തുകയും ചെയ്യുന്നു. അന്നേ ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനിലയ്ക്ക് നേരെ ഇത് നിൽക്കുന്നു. ആ സൂചിക എവിടെ നിൽക്കും? അന്നേ ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനിലയിൽ നിൽക്കും. സൂചികയുടെ സ്ഥാനം നോക്കി ദിവസത്തിലെ ഏറ്റവും കൂടിയ താപനില ഏത് സമയത്തും വായിച്ചെടുക്കാം. മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുകൾ ഭാഗത്ത് ആൽക്കഹോളാണ് നിറച്ചിരിക്കുന്നത്. ഓക്കെ, മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുകളിൽ എന്താണ് നിറച്ചിരിക്കുന്നത്? ആൽക്കഹോളാണ് നിറച്ചിരിക്കുന്നത്. താപനില കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ആൽക്കഹോൾ സങ്കോചിക്കുന്നതിനാൽ സൂചികയെ മുകളിലേക്ക് വലിക്കുന്നു. സൂചികയുടെ സ്ഥാനത്തിൽ നിന്ന് കുറഞ്ഞ താപനില നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ മാക്സിമം തെർമോമീറ്ററിൽ ഒരു ലോഹ സൂചികയാണ് ഉണ്ടാവുക. മിനിമം തെർമോമീറ്ററിൽ എന്താണ് ഉണ്ടാവുക? ആൽക്കഹോളാണ് ഉണ്ടാവുക. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക, മാക്സിമം മിനിമം തെർമോമീറ്റർ. ഇനി അടുത്തത് നോക്കുക. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒഴുക്കൻ രേഖകൾ വരച്ചിരിക്കുന്ന കണ്ടില്ലേ? ഈ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് കുറേ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒഴുക്കൻ മട്ടിലുള്ള ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണിത്? ഭൂപടങ്ങളിൽ താപീയ വിതരണം കാണിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണിത്. ഓക്കെ, ഭൂപടങ്ങളിൽ താപീയ വിതരണം കാണിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ഒഴുക്കൻ മട്ടിലുള്ള രേഖകൾ. ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമതാപരേഖകൾ എന്ന് വിളിക്കുന്നത്. ഐസോതേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രേഖകൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമതാപ രേഖകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും താപവിതരണം ഒരുപോലെയല്ല എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. ഓക്കെ, താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, അക്ഷാംശ സ്ഥാനം. ഓക്കെ, അക്ഷാംശ സ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമതാണ് അക്ഷാംശ സ്ഥാനം. നോക്കുക, സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത് ഉഷ്ണമേഖലയിലാണെന്ന് നമുക്കറിയാം അല്ലെ? ഉഷ്ണമേഖലയിലാണ് ഏറ്റവും തീക്ഷ്ണമായിട്ട് സൗരോർജം ലഭിക്കുക.
ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായി പതിക്കുന്നതിനാൽ അവിടെ എന്താണ് കൂടുതൽ ഊർജം ലഭിക്കുന്നുണ്ട്. ധ്രുവങ്ങളോട് അടുക്കുന്തോറും എന്ത് സംഭവിക്കും? സൂര്യരശ്മികളുടെ പതനകോൺ ചെരിവുണ്ടാവും. കൂടുതൽ ചെരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിന് ഊർജ നഷ്ടം സംഭവിക്കുന്നു അല്ലേ. അപ്പോൾ അടുത്തത് നോക്കുക, ഉയരം. അപ്പോൾ അക്ഷാംശ സ്ഥാനത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ചെരിഞ്ഞ് വരെ അല്ലേ, അക്ഷാംശ രേഖകൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഭൂമിയെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണ് അല്ലേ, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. അപ്പോൾ ഇതിൻ്റെ ധ്രുവങ്ങളോട് അടുക്കും തോറും എന്ത് സംഭവിക്കും? ഈ ഒരു ചെരിവ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ചെരിയും തോറും എന്ത് സംഭവിക്കും? സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിന് ഊർജ്ജ നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ആദ്യത്തെ ഘടകം ഏതാണ്? അക്ഷാംശ സ്ഥാനമാണ്. ഇനി രണ്ടാമത്തെ ഘടകമാണ് ഉയരം. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. ട്രോപ്പോസ്ഫിയറിലെ താപനില എന്ത് ചെയ്യുന്നുണ്ട്? ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഉയരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഘടകം തന്നെയാണ്. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില താരതമ്യേന എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില വളരെ കുറവായിരിക്കും. അപ്പോൾ ഉയരം എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. ഇനി അടുത്ത ഘടകമാണ് സമുദ്ര സാമീപ്യം. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് 33 ഡിഗ്രി കൂടിയ താപനില, കുറഞ്ഞ താപനില 28 ഡിഗ്രി, താപാന്തരം 5 ഡിഗ്രി സെൽഷ്യസ്. ബംഗളൂരു നോക്കുക, കൂടിയ താപനില 35, കുറഞ്ഞ താപനില 23, താപാന്തരം 12. ഡൽഹിയിലാണെങ്കിൽ 38, കുറഞ്ഞത് 21, താപാന്തരം 17. ഗോവയിലാവുമ്പോഴത്തേനും കൂടിയ താപനില 33, കുറഞ്ഞ താപനില 27, താപാന്തരം 6 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ തിരുവനന്തപുരം, ഗോവ എന്നീ നഗരങ്ങളിലെ താപാന്തരം വളരെ കുറവാണ് അല്ലേ. തിരുവനന്തപുരം അതുപോലെ തന്നെ ഗോവ എന്നിവിടങ്ങളിലെ താപാന്തരം 5 ഡിഗ്രി 6 ഡിഗ്രി വളരെ കുറവായിട്ടുള്ള ഒരു താപാന്തരമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഡൽഹി, ബാംഗ്ലൂരു നോക്കൂ, 12ഉം 17ഉം ഒക്കെയാണ്, കൂടിയ താപാന്തരമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവാണ് അല്ലേ. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളാണ് തിരുവനന്തപുരം, ഗോവ. അപ്പോൾ അവിടെയൊക്കെ എന്താണ്? താപാന്തരം കുറവാണ്. ഉൾപ്രദേശങ്ങളിൽ കൂടുതലാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും അല്ലേ. ബാംഗ്ലൂരു, ഡൽഹിയിലൊക്കെ കൂടുതലാണ്. സമുദ്ര സാമീപ്യമുള്ള തിരുവനന്തപുരം, ഗോവ തുടങ്ങിയവയിൽ താപാന്തരം കുറവാണ്. അപ്പോൾ കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കം ഉണ്ടാകുന്നതിനാലാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ എന്താണ്? സദാ മിതമായ താപം നിലനിൽക്കുന്നത്. ഓക്കെ, കര ചൂടാവുന്ന സമയത്ത് കടലിൽ നിന്ന് കരയിലോട്ട് കാറ്റ് വീശും. ഓക്കെ, ദെൻ കര തണുക്കുന്ന സമയത്ത് തിരിച്ചും വീശും. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ടാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ മിതമായ താപം ഉണ്ടാകുന്നത്. അപ്പോൾ സമുദ്ര സാമീപ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ദെൻ അടുത്തൊരു ഫാക്ടറാണ് കാറ്റുകൾ. ഓക്കെ, ഇവിടെ നോക്കുക, ഡൽഹിയിൽ ഉഷ്ണക്കാറ്റ്, പരക്കെ സൂര്യാഘാതം. തമിഴ്നാട്ടിൽ ഇന്ന് ഉഷ്ണക്കാറ്റ്, പാലക്കാട് പൊള്ളുന്നു. ശീതക്കാറ്റ്, താഴ്വരയിൽ മഞ്ഞുവീഴ്ച. അപ്പോൾ ഇവിടെ എന്താണ്? ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും അവ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഉഷ്ണക്കാറ്റ്, ശീതക്കാറ്റ് ഇതെല്ലാം അന്തരീക്ഷ താപനില ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്ഷാംശ സ്ഥാനം, നമ്മൾ പറഞ്ഞ ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റുകൾ തുടങ്ങിയ ഘടകങ്ങളുടെ സ്വാധീനത്താൽ ഭൂമിയിൽ ഓരോ പ്രദേശവും താപനിലയിൽ എന്താണ്? പ്രകടമായിട്ടുള്ള അന്തരം അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ആഗോള താപ വിതരണം. ഓക്കെ, നോക്കുക, ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും അല്ലെ. ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് എവിടെയായിരിക്കും ചൂട് കൂടുതൽ? കരയിലായിരിക്കും. ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയായിരിക്കും കരയിൽ ഉണ്ടാവുക. അപ്പോൾ കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത് കൊണ്ടാണ് സമതാപ രേഖകൾ പൊതുവെ വളഞ്ഞ് കാണപ്പെടുന്നത്. ഇവിടെ സമതാപ രേഖകളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം വളഞ്ഞിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണ് വളഞ്ഞിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത് കൊണ്ടാണ് ഈ സമതാപ രേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യതിയാനം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ
വിവിധ തരം അന്തരീക്ഷ പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നത്. അല്ലെ, അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് എന്തിനൊക്കെ കാരണം? മർദ്ദവ്യതിയാനം, കാറ്റുകൾ, മേഘം, വർഷണം, ഇതിനെല്ലാം കാരണം. അന്തരീക്ഷ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഒന്നാണ് എന്ത്? അന്തരീക്ഷത്തിലെ ജലാംശം. അന്തരീക്ഷത്തിലെ ജലാംശം എന്ന് പറയുന്നത് അന്തരീക്ഷ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് അന്തരീക്ഷത്തിലെ ജലത്തെക്കുറിച്ചാണ്. അന്തരീക്ഷത്തിലെ ജലാംശത്തെ എന്താണ് പറയുന്നത്? ആർദ്രത എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ, ഹ്യൂമിഡിറ്റി എന്നാണ് പറയുന്നത്. അന്തരീക്ഷ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്കറിയാം എന്താണ്? താപനില, അല്ലെ. അപ്പോൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്ന പോലെ വിവിധ സമയങ്ങളിലും ആർദ്രതയും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത പ്രദേശമാണെങ്കിൽ അവിടുത്തെ വിവിധ സമയങ്ങളിൽ ആർദ്രതയും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ പറയുന്ന പേരാണ് കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു ക്യൂബിക് മീറ്റർ. ഓക്കെ, ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ്, അതിനെയാണ് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ്. അപ്പോൾ ഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ഏകകത്തിലാണ് എന്ത് നോക്കുന്നത്? കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കണക്കാക്കുന്നത്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് പരിധിയുണ്ട്. ഒരു നിശ്ചിത ഊഷ്മാവ് എടുത്തു കഴിഞ്ഞാൽ അതിന് അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നത്. സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ അല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഘനീകരണം സംഭവിക്കും. ഘനീകരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെ, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഘനീകരണം ആരംഭിക്കും. ഘനീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ തുഷാരംഗം എന്നാണ് പറയുന്നത്. ഡ്യൂ പോയിന്റ് അല്ലെങ്കിൽ തുഷാരാംഗം എന്നാണ് പറയുന്നത് ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെയാണ് ആപേക്ഷിക ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ്? നിശ്ചിത ഊഷ്മാവിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്രത്തോളം ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രതയെങ്കിൽ ആപേക്ഷിക ആർദ്രത എത്രയായിരിക്കും? 50%. അപ്പോൾ ആപേക്ഷിക ആർദ്രതയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആപേക്ഷിക ആർദ്രത കിട്ടും. വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് കാലാവസ്ഥ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. അപ്പോൾ ആപേക്ഷിക ആർദ്രത കണക്കാക്കാനുള്ള ഉപകരണം എന്താണ്? വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഇവിടെ നോക്കുക, വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന് പറയുന്നത്, ഇതിൽ 2 തെർമോമീറ്ററുകൾ ഉണ്ടാകും. ഒന്ന് സാധാരണ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നു. മറ്റൊരു തെർമോമീറ്ററിന്റെ ബൾബ് ഒരു മസ്ലിൻ തുണി കൊണ്ട് പൊതിഞ്ഞ് സദാ നനച്ചു വയ്ക്കുന്നു. ഇത് വൈറ്റ് ബൾബ് തെർമോമീറ്റർ അല്ലെങ്കിൽ വെറ്റ് ബൾബ് തെർമോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ബൾബ് നനഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഈ തെർമോമീറ്റർ സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപമായിരിക്കും, അല്ലെ, നനഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ രേഖപ്പെടുത്തുക. ഈ 2 തെർമോമീറ്ററുകളിലെയും താപനിലയിലെ വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. ഒരു നിശ്ചിത താപനിലയിൽ മേൽപ്പറഞ്ഞ വ്യത്യാസം എത്രയെന്നതിനെ അടിസ്ഥാനമാക്കി ഇതോടൊപ്പം നൽകുന്ന പട്ടികയിൽ നിന്ന് ആപേക്ഷിക ആർദ്രത കണക്കാക്കാം. പൊതുവിൽ താപവ്യത്യാസം കൂടുതലാവുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറവും, താപവ്യത്യാസം കുറയുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതലുമായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലേ? താപവ്യത്യാസം കൂടുതലാണെങ്കിൽ ആപേക്ഷിക ആർദ്രത കുറവായിരിക്കും, ആപേക്ഷിക ആർദ്രത കൂടുതലാണെങ്കിൽ താപവ്യത്യാസം കുറവായിരിക്കും. ഓക്കെ,
അപ്പോൾ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഘനീകരണ രൂപങ്ങൾ, ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആണ് പഠിക്കുന്നത്. ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്നതിന് അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തേണ്ടതുണ്ട്. അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തുന്നതിന് ശേഷം നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് എന്ത് ചെയ്യുന്നു? ഘനീകരണം സംഭവിക്കുന്നു. ഇവിടെ കോളത്തിൽ നോക്കുക, സബ്ലിമേഷൻ എന്ന് പറയുന്നത് ചില അവസരങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുന്നതിനാൽ നീരാവി നേരിട്ട് ഖരാവസ്ഥയിലെത്തുന്നു. ഇതാണ് സബ്ലിമേഷൻ. ഓക്കെ, നീരാവി നേരിട്ട് ഖരാവസ്ഥയിലെത്തുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഘനീകരണ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹിമം, മൂടൽമഞ്ഞ്, തുഷാരം, മേഘങ്ങൾ. ഓക്കെ, ഹിമം, മൂടൽമഞ്ഞ്, തുഷാരം, മേഘങ്ങൾ. അപ്പോൾ എന്താണ് തുഷാരം എന്ന് പറയുന്നത്? ഡ്യൂ എന്ന് പറയുന്നത് പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതിനെയാണ് തുഷാരം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, തുഷാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും നമ്മൾ എന്താണ്? ജലത്തുള്ളികൾ കാണാറുണ്ട്. ഇതിനെയാണ് തുഷാരം എന്ന് പറയുന്നത്. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിലെ തണുത്ത പ്രതലങ്ങളിൽ ചുറ്റിപ്പിടിക്കുന്നു. ഇതാണ് തുഷാരം എന്ന് പറയുന്നത്. ഓക്കെ, രാത്രികാലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഭൗമോപരിതലം തണുക്കും. തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും എന്ത് ചെയ്യുന്നു? തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. അടുത്തത് ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങൾ ഭൂമിയിലുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം നേർത്ത ഹിമകണങ്ങളാകും രൂപം കൊള്ളുന്നത്. ഘനീകരണത്തിൻ്റെ ഈ രൂപത്തെയാണ് ഹിമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രിയിൽ നിന്നും താഴേക്ക് വന്നിട്ട് ഉണ്ടാവുന്ന പ്രദേശങ്ങളിൽ തുഷാരത്തിന് പകരം വെള്ളത്തുള്ളികൾക്ക് പകരം എന്താണ്? ഹിമകണങ്ങളാണ്, മഞ്ഞിൻ്റെ കണങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഘനീകരണ രൂപമാണ് ഹിമം എന്ന് പറയുന്നത്. അടുത്തത് മൂടൽ മഞ്ഞ്, ഫോഗ് ആൻഡ് മിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ ഇതിന് സമാനമായ അന്തരീക്ഷ സ്ഥിതി ശൈത്യകാലങ്ങളിലെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ഇതാണ് മൂടൽ മഞ്ഞ്. അതായത് അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാവുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്നു തന്നെ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാം. ഓക്കെ, ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന മേഘങ്ങൾ ശരിക്കും മേഘം മൂടി നിൽക്കുന്നത് പോലെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് വിശേഷിപ്പിക്കാമെന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞ് രൂപം കൊള്ളുന്നത്. ഈ ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്താറുണ്ട്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് എന്നും, ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലും അധികമാണെങ്കിൽ നേർത്ത മൂടൽമഞ്ഞ് എന്നും വിളിക്കുന്നു. ശൈത്യകാലത്ത് മൂടൽമഞ്ഞ് കാരണം വടക്കേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിടാറുണ്ട്. ഇനി അടുത്തത് നോക്കുക, സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്മോഗ്? വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന സ്മോഗ് എന്ന അന്തരീക്ഷ അവസ്ഥ രൂപം കൊള്ളുന്നു. ഇത് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, വ്യാവസായിക മേഖലകളിൽ രൂപം കൊള്ളുന്ന പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന രൂപമാണ് സ്മോഗ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കുക, മേഘങ്ങൾ ഘനീകരണ രൂപത്തിലടുത്താണ്. തുഷാരം നമ്മൾ പഠിച്ചു അല്ലേ? ഹിമഗണം പഠിച്ചു. അപ്പോൾ അതുപോലെ മേഘങ്ങൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. അതിനാലാണ് അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്. ആകാശത്തിൽ വിവിധ തരം മേഘങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ രൂപത്തിൻ്റെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മേഘങ്ങളെ വർഗീകരിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് മേഘങ്ങളുടെ വർഗീകരണമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4 തരംതിരിക്കാം. രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4 തരംതിരിക്കാം. 1 സിറസ് മേഘങ്ങൾ, 2 സ്ട്രാറ്റസ് മേഘങ്ങൾ, 3 ക്യുമുലസ് മേഘങ്ങൾ, 4 നിംബസ് മേഘങ്ങൾ. അപ്പോൾ എന്താണ് സിറസ് മേഘങ്ങൾ? സിറസ് മേഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് സിറസ് മേഘങ്ങൾ. ഓക്കെ, തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ, നമ്മുടെ സാധാരണ ഒരു ദിവസം തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ. എന്താണ്? താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങൾ.
അടുത്തത് ക്യുമുലസ് മേഘങ്ങൾ എന്താണ്? ഉയർന്ന സംവഹന ഫലമായിട്ട് ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലെയുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. ക്യുമുലസ് മേഘങ്ങൾ എന്താണ്? ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലെയുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. അടുത്തത് നിംബസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ താഴ്ന്ന വിതാനത്തിൽ കാണുന്ന ഇരുണ്ട മഴ മേഘങ്ങളെയാണ് നമ്മൾ നിംബസ് മേഘങ്ങൾ എന്ന് പറയുക. ജലകണികകൾ സാന്ദ്രമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും മേഘങ്ങളാണ് ഉള്ളത്, 4 ടൈപ്പ് മേഘങ്ങൾ. അപ്പോൾ ഇതിൽ മേഘങ്ങൾ എന്ന് പറയുന്നത് മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ സ്വതന്ത്രമായിട്ടല്ല പൊതുവെ കാണപ്പെടുന്നത്. വിവിധ തരം മേഘങ്ങൾ കൂടിച്ചേർന്നാണ് പലപ്പോഴും നമുക്ക് ദൃശ്യമാവുന്നത്. ഉദാഹരണത്തിന് ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണുമ്പോൾ അതിനെ ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇനി മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ വിവിധ ഉയരങ്ങളിലായിട്ടാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4ആയിട്ട് തിരിക്കാം. നേരത്തെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു, ഇപ്പോൾ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ, അതായത് ഹൈ ക്ലൗഡ്സ് 2000 മുതൽ 20,000 മുതൽ 40,000 വരെ ഫീറ്റ് വരെ ഉള്ളതിനെയാണ് വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ. ദെൻ മധ്യമേഘങ്ങൾ, മീഡിയം ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ 7,000 മുതൽ 20,000 വരെ. ദെൻ താഴ്ന്ന മേഘങ്ങൾ എന്ന് പറയുമ്പോൾ 7,000-നെക്കാളും താഴെ വരുന്നതാണ് ലോ ക്ലൗഡ്സ്. ദെൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ എന്ന് പറയുമ്പോൾ 2,000 മുതൽ 3,000 ഫീറ്റ് വരെയാണ്. അപ്പോൾ ഇത്രയുമാണ് വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ, മധ്യമേഘങ്ങൾ, താഴ്ന്ന മേഘങ്ങൾ, കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ എന്നിങ്ങനെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് ഭാഗിക്കാം. ഇനി അടുത്തത് എന്താണ് വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുന്നു. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാവാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അവത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? വർഷണം എന്ന് നമ്മൾ പറയുന്നത്, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളും നമ്മൾ പഠിച്ചതാണ് അല്ലേ. സാധാരണയായി വർഷം സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണ് അല്ലെ. ജലത്തുള്ളികളുടെ രൂപത്തിൽ വർഷണം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് മഴ എന്ന് പറയുന്നത്. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണങ്ങളായിട്ട് ഭൂമിയിലെത്തുന്നു. ഇതിനെയാണ് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. ചിലപ്പോൾ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിന്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുപൊട്ടുകളായിട്ട് ഭൂമിയിൽ പതിക്കാറുണ്ട്. ഈ വർഷണ രൂപമാണ് ആലിപ്പഴം, ഹെയിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ വർഷണം എന്ന് പറയുന്നത് മഴയുടെ രൂപത്തിലാവാം, മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാവാം, ആലിപ്പഴത്തിൻ്റെ രൂപത്തിലാവാം. അടുത്തത് മഴ പലവിധം. നോക്കുക, നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വതച്ചെരിവുകളിലൂടെ ഉയർന്ന തണുത്ത് ഘനീഭവിച്ച മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുണ്ടാവുന്ന മഴയെ പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്ന് പറയുന്നു. എന്താണ് ശൈലവൃഷ്ടി? നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വതച്ചെരിവുകളിലൂടെ ഉയർന്ന തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുണ്ടാവുന്ന മഴയെ പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്നാണ് പറയുന്നത്. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായിട്ടുള്ള പ്രദേശങ്ങൾ എന്താണെന്ന് പറയുന്നത്? മഴ നിഴൽ പ്രദേശങ്ങൾ, റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് പറയുന്നത്. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് മഴ നിഴൽ പ്രദേശങ്ങൾ. അടുത്ത നോക്കുക, മധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷത നമ്മൾ പഠിച്ചതാണ്. ഉയർന്ന താപനിലയും എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന മഴയും അവിടുത്തെ പ്രത്യേകതകളാണ്. ഉയർന്ന താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു അല്ലേ. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങൾ രൂപമെടുക്കുന്നു. തുടർന്ന് ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാവുന്നു. സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാവുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കാറില്ല. ഇത്തരത്തിലുണ്ടാവുന്ന മഴയാണ് സംവഹന മഴ എന്ന് വിളിക്കുന്നത്. സംവഹന മഴ എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ്. അപ്പോൾ എന്താണ് സംവഹന മഴ?
അന്തരീക്ഷ താപത്തിൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച ക്യുമുലസ് മേഘങ്ങൾ രൂപമെടുക്കുന്നു. തുടർന്ന് എന്ത് ചെയ്യുന്നു? ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാവുന്നു. സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാവുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കാറില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന മഴയാണ് സംവഹന മഴ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഉഷ്ണമേഖലയിലാണ് കാണപ്പെടുന്ന പ്രതിഭാസമാണ് സംവഹന മഴ. കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. കടലിൽ നിന്നുള്ള വായുതീരങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴയാണ് തീരദേശ മഴ എന്ന് പറയുന്നത്. അതും ഒന്ന് ഓർത്തിരിക്കുക. ഭൂമി എന്ന നമ്മുടെ ജീവഗ്രഹത്തിലെ സകല സ്പന്ദനവും നിയന്ത്രിക്കുന്നത് സൂര്യനാണ്, അല്ലെ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. സൗരോർജ്ജത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനപ്പെടുത്തിയാണ് ജീവലോകത്തിന്റെ നിലനിൽപ്പ്. ഭൂമിയിൽ സസ്യജന്തുജാലങ്ങളുടെ വിതരണം തന്നെ സൗരോർജ്ജ ലഭ്യതയ്ക്കനുസരിച്ചാണ്. മനുഷ്യന്റെ കാര്യത്തിലും സ്ഥിതി മറിച്ചല്ല. ജീവന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുന്നത് സൗരോർജ്ജമാണ്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തെ ആവശ്യമായ അളവിൽ നിലനിർത്താനും അധികമായത് തിരിച്ചയക്കാനും പ്രകൃതിയിൽ തന്നെ ഒരു സ്വാഭാവിക സംവിധാനമുണ്ട്. സൗരതാപനം, ഭൗമവികിരണം എന്നീ ഊർജ്ജധാരകളിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ പോലും അത് ഭൗമോപരിതല ശരാശരി താപനിലയിൽ വ്യതിയാനം ഉണ്ടാക്കും. ഇതാകട്ടെ ജീവന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തും. അന്തരീക്ഷ താപനിലയിൽ മാറ്റങ്ങൾക്ക് കാരണമാവുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അശാസ്ത്രീയമായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം. വരും തലമുറക്കായി നമ്മുടെ ഭൂമിയെ കാത്തുവയ്ക്കാം. അപ്പോൾ ഇത്രയാണ് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, സർവ്വവും സൂര്യനാൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നത്.